ഏതാണ്ട് ഒരു 2 സീസൺ മുമ്പ് ഒരു ആഷസിൽ പാറ്റ് കമ്മിൻസിന്റെ ടെസ്റ്റിന്റെ ഒരു ദിവസത്തെ കളി തുടങ്ങിയുള്ള ആദ്യ പന്തിൽ ജോ റൂട്ട് റിവേഴ്സ് സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ചത് കണ്ട് പ്രശസ്ത പത്രപ്രവർത്തകനായ പിയേഴ്സ് മോർഗന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ജോ റൂട്ട് റിവേഴ്സ് റാമ്പിംഗ് ഓൾമോസ്റ്റ് എവറി ബോൾ. His face this morning is one of the most brilliantly insane things I have ever watched. God, I love baseball. ജോ റൂട്ടിന്റെ ഈ രീതിയിലുള്ള കളി കാണുമ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ ബാസ്ബോൾ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ പിയേഴ്സ് മോർഗന്റെ ആ ട്വീറ്റ്. ബാസ്ബോൾ ക്രിക്കറ്റ് എന്നാൽ വെറും ബാറ്റിംഗ് വെടിക്കെട്ട് മാത്രമെന്ന് കരുതിയവർക്ക് തെറ്റി. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ബാറ്റ്സ്മാരുടെ പവർ ഹിറ്റിംഗ് മാത്രമല്ല, ഫീൽഡിലെ ചടുലതയും കൂടിയാണ് ബാസ്ബോൾ. ഉദാഹരണത്തിന് ഒരു 3 സീസൺ മുമ്പുള്ള ആഷസ് പരമ്പരയിൽ ഓസീസിനെതിരെ ഇംഗ്ലണ്ട് നായകരായ ബെൻ സ്റ്റോക്സ് ഓസീസിന്റെ ഓപ്പണറായ ഒസ്മാൻ ഖ്വാജയെ പുറത്താക്കാൻ ഒരുക്കിയ ആ ഒരു ഫീൽഡിംഗ് വിന്യാസം മാത്രം കണ്ടാൽ മതി ഈ ഒരു തെറ്റിദ്ധാരണ മാറാൻ. ഇംഗ്ലീഷ് ബോളർമാരെ വെല്ലുവിളിച്ചുകൊണ്ട് സെഞ്ചുറിയുമായി മുന്നേറിയ ഓസീസ് ഓപ്പണർ ഒസ്മാൻ ഖ്വാജയെ അന്ന് പുറത്താക്കാൻ ബെൻ സ്റ്റോക്സ് ഒരുക്കിയത് ബ്രൂംബെല്ല ഫീൽഡ് സെറ്റായിരുന്നു. ബ്രൂംബെല്ല എന്ന ഫീൽഡിംഗ് വിന്യാസം സാധാരണഗതിയിൽ ബാറ്ററുടെ പുറകിൽ ഫീൽഡർമാരെ നിരത്തി നിർത്തി അംബ്രല്ല ഫീൽഡ്, ഒരു കുട നിവർത്തി വെച്ചതുപോലെയുള്ള ഫീൽഡ് സെറ്റ് ചെയ്യുന്ന നായകന്മാരെ നമ്മൾ അപൂർവമായി കണ്ടിട്ടുണ്ടെങ്കിലും ബ്രൂംബെല്ല ഒരു കുട നിവർത്തി തിരിച്ചു വെച്ചതുപോലെയുള്ള ഫീൽഡ് സെറ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ അപൂർവങ്ങളിൽ അപൂർവ കാഴ്ചയായി മാറിയെന്ന്. മുമ്പ് നമ്മൾ അംബ്രല്ല ഫീൽഡ് സെറ്റ് ചെയ്തത് കണ്ട് അമ്പരന്നിട്ടുണ്ട്. 2013 ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനെതിരെ ഒരുതരം അംബ്രല്ല ഫീൽഡ് പ്ലേസ്മെന്റ് നടത്തുകയുണ്ടായത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് കെയ്ൻ വില്യംസനായിരുന്നു പന്ത് എറിഞ്ഞിരുന്നത്. പന്ത് നേരിടാൻ നിന്നതാവട്ടെ ഇംഗ്ലീഷിന്റെ അവസാന വിക്കറ്ററായ മോണ്ടി പനേസറായിരുന്നു. കിവികളുടെ ക്യാപ്റ്റനാവട്ടെ ഇപ്പോഴത്തെ ബാസ്ബോൾ ശൈലിയുടെ ഉപജ്ഞാതാവായ ബ്രണ്ടൻ മക്കുലമായിരുന്നു. അപ്പോൾ ഈ ആഷസിലാണെങ്കിൽ ഖ്വാജയ്ക്ക് ചുറ്റും ലെഗ് സൈഡിലും ഓഫ് സൈഡിലുമായി 6 ഫീൽഡർമാരെയാണ് ഇംഗ്ലീഷ് നായകനായ ബെൻ സ്റ്റോക്സ് അന്ന് നിരത്തി നിർത്തിയത്. ലെഗ് സൈഡിൽ ക്യാച്ചിങ് പൊസിഷനിൽ ഒലി പോപ്പും ഹാരി ബ്രൂക്കും ജെയിംസ് ആൻഡേഴ്സണും ഉണ്ടായിരുന്നു. ഇവർ അണിനിരന്ന് നിന്നപ്പോൾ ഓഫ് സൈഡിൽ ജോ റൂട്ട്, സ്റ്റുവർട്ട് ബ്രോഡ്, സ്റ്റോക്സ് എന്നിവർ ഖ്വാജയ്ക്ക് ചുറ്റും ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ബോൾ ചെയ്യുന്നത് ഒലി റോബിൻസൺ ആണ്. ഒലി റോബിൻസൺ ഖ്വാജയ്ക്കെതിരെ അന്ന് എറിഞ്ഞതാവട്ടെ മനോഹരമായൊരു യോർക്കറായിരുന്നു. ഫീൽഡർമാരെ ചുറ്റും നിരത്തി സ്റ്റോക്സിന്റെ തന്ത്രത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ക്രീസ് വിട്ടിറങ്ങിയ ഖ്വാജയ്ക്ക് പിഴക്കുന്നു. റോബിൻസന്റെ യോർക്കറിൽ മിഡിൽ സ്റ്റംപ് ഇളകുന്നു. ഇത് കണ്ടതോടെയാണ് ഹർഷ ബോഗ്ലെ അന്ന് ട്വീറ്റ് ചെയ്തത്. അതും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഓവർ ദ മെനി ജനറേഷൻസ് ഓഫ് പ്ലേയേഴ്സ് ഐ ഹാവ് ഹാഡ് ദ ഹോണർ ഓഫ് വാച്ചിങ്, there have been players whose mind I would have loved to have a peep into. MS Dhoni's recent times and now Ben Stokes. I am enthralled by how he is playing test cricket. നിരവധി തലമുറകളിലെ കളിക്കാരുടെ കളികൾ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചില കളിക്കാരുടെ മനസ്സിലേക്ക് ഒന്ന് എത്തി നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊരാൾ MS ധോണിയാണ്, മറ്റൊരാൾ ഇന്നത്തെ ഈ ബെൻ സ്റ്റോക്സ്.